അള്ളാന്റെ സഹായം ആയുധമില്ലാതെ സർവായുധ വിഭൂഷിതരായ ആളുകളോട് ഈ ആദർശ സംരക്ഷണത്തിന് വേണ്ടി രണാങ്കളത്തിലിറങ്ങിയപ്പോ അല്ല ഇറക്കിയില്ലേ 5000 മലക്കുകളെ. ഖുർആൻ പറഞ്ഞില്ലേ? പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായിട്ട് ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ല ആയുധം അല്ല അപ്പാണ്ട് ഇറക്കി തരും. അല്ല മുൻകൂട്ടി നമ്മൾ പിരിവെടുത്തിട്ട് ആയുധം ഉണ്ടാക്കി വെക്കണ്ട. അല്ല ആയുധം ഇറക്കി കൊടുത്തു. സൂറത്തുൽ അൻഫാലിലും സൂറത്തു ആലു ഇമ്രാനിൽ അല്ലാഹു തആല അത് പറയുന്നു. പരിശുദ്ധ ഖുർആനിൽ വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. നിങ്ങൾ വളരെ നിസാരരാണ്. എണ്ണം കൊണ്ട് മാത്രമല്ല, വണ്ണം കൊണ്ട് നിസാരരാണ്. ഖുർആൻ പറയുന്നു വഅൻതും അദില്ല. നിങ്ങൾ മുമ്പ് ആയുധമുണ്ടാക്കി വെച്ചിട്ടില്ല. നിങ്ങൾ പോന്നപ്പോഴും ആയുധം കൊണ്ടുവന്നിട്ടില്ല. വെറും കയ്യോടെ വന്നവര്, നടക്കാൻ സഞ്ചരിക്കാൻ ഒട്ടകം പോലും ഇല്ലാത്തവര്, കുടിക്കാൻ വെള്ളമില്ലാത്തവര്, ഒരു ചീന്തി കാരൊക്കെ കൊണ്ട് 10 ആളുകൾ ചവച്ച് ചങ്ക് നനച്ചവര്. നമ്മള് ആയുധങ്ങൾ ഇതൊക്കെ ഒരുക്കി വെക്കണം കേട്ടോ. അഥവാ എന്തേ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സമുദായം എന്ത് ചെയ്യും എന്നാ പലരും ചോദിക്കണം. ആരെ നിങ്ങളെ ഈ സമുദായത്തിനെ നോക്കാനാക്കിയത്? ഈ സമുദായത്തിനെ നോക്കാൻ ആരെ പോലെ ഏൽപ്പിച്ചത്? നമ്മൾ ആയുധം ഉണ്ടാക്കി വെക്കണം. ഇത് റസൂലുള്ളാഹിക്കും അള്ളാഹ്ക്കൊന്നും തിരിഞ്ഞില്ല. ബദറിന്റെ മുന്നേ നബിക്ക് മുൻകൂട്ടി അറിയാൽ എങ്ങനെ ബദർ നടക്കും. ഞാൻ പറഞ്ഞല്ലോ, ഖുർആനിൽ ഹിജ്റ 7 വർഷം മുന്നേ ഈ വിവരം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ബദർ നടക്കുന്നു. യൗമൈദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ. ഇനി ആർക്കും അറിയില്ലെങ്കിൽ അള്ളാഹ്ക്ക് അറിയാലോ. അള്ളാഹ് ഒരു ഓർഡർ കൊടുക്കണേ നബിനോട്, നബിയെ ഇങ്ങനെ ബദർ വരാണ്ട്, അന്ന് നിങ്ങൾക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ കുറച്ച് ആയുധങ്ങളൊക്കെ വേണം കേട്ടോ, അതുകൊണ്ട് നിങ്ങളൊക്കെ ശേഖരിച്ച് വെക്കണം എന്ന് അള്ളാഹ് ഒരു ഓർഡർ കൊടുക്കണ്ടേ? അതല്ല വേണ്ടത്. അതുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത് വലഖദ് നസറകുമുല്ലാഹു ബിബദർ. ബദറിൽ നിങ്ങളെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. അള്ളാഹ് സഹായിച്ച അള്ളാഹിന്റെ സഹായം, അതാണ് വലിയ ആയുധം. അള്ളാഹുവിന്റെ സഹായം. ആ സഹായം കിട്ടുന്നവരായിട്ട് നമ്മൾ മാറുക. അതാണ് നമ്മൾ സജ്ജരാകണം എന്ന് പറഞ്ഞാൽ. ഇസ്ബിറു വറാബിത്തു. ഖുർആൻ പറയുന്നത് സജ്ജരാവണം. ആ സജ്ജരാവേണ്ട എങ്ങനെയാണ്? അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ കണ്ടുള്ള യോഗ്യരായിട്ട് മാറുക. ജീവിതം ബദർവൽക്കരിക്കുക, ബദരീങ്ങളുടെ ജീവിതം പകർത്തുക. അങ്ങനെ നന്നാകുമ്പോ നമ്മൾ സജ്ജരായി. ഏത് അക്രമത്തിൽ നിന്നും നമ്മെ സഹായിക്കാൻ റബ്ബിന്റെ സഹായം ഉണ്ടാകും. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, റസൂലുള്ളാഹിനെ അല്ലാഹ് സഹായിച്ച വിവിധ ഘട്ടങ്ങൾ, അതുപോലെ മഹത്തുക്കൾ അല്ലാഹ് സഹായിച്ച രംഗങ്ങൾ. എത്ര വലിയ ആയുധങ്ങൾ വന്നാലും റസൂലുള്ളാഹിനെ സൗർ പർവ്വതത്തിന്റെ ഗുഹയിൽ വെച്ചുകൊണ്ട് കേവലം 8 കാലി വല കൊണ്ട് സംരക്ഷിച്ച റഹ്മാനായ റബ്ബ്, മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീരെറിഞ്ഞപ്പോ സംരക്ഷിച്ച റബ്ബ്, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷിച്ച റബ്ബ്. എന്തുകൊണ്ടാ? അവിടെയൊക്കെ കാണാം അള്ളാഹുമായി ബന്ധപ്പെട്ട ദിക്റുകൾ, ദിക്റിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കുക, ബന്ധപ്പെടുക, സ്വലാത്തുകൾ സംഘടിപ്പിക്കുക, ബന്ധപ്പെടുക. നിരന്തരം അള്ളാഹുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതം അള്ളാഹുമായിട്ട് അടുപ്പിക്കുക. അപ്പൊ അള്ളാഹിന്റെ സഹായം ആയുധമായിട്ട് നമുക്ക് ലഭിക്കും. അതാണ് ബദരീങ്ങൾ അല്ലാഹ് പറയുന്നു വലഖദ് നസറകുമുല്ലാഹു ബിബദർ. ബദറിൽ അല്ലാഹ് നിങ്ങളെ സഹായിച്ചു. നിങ്ങൾ മുൻകൂട്ടി ആയുധം ഉണ്ടാക്കിയിട്ടല്ല. വഅൻതും അദില്ല. നിങ്ങൾ എല്ലാ നിലക്കും നിസാരരായിരുന്നു. ആയുധമില്ല, സമ്പത്തില്ല, ആരോഗ്യമില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല. മഹാനായ ഉമൈർ ബിനുൽ ഹുമാം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ആരാണ് അർളു അസ്സമാവാതു വൽ അർള്, ആകാശഭൂമിയുടെ വിശാലതയിലുള്ള കവാടമുള്ള സ്വർഗത്തിലേക്ക് കടക്കാൻ ആരുണ്ട് ജനങ്ങളെ? അപ്പോഴാണ് വെള്ളം വേറെ കുറച്ച് കുടിക്കാനില്ലാതെ, ദാഹം തീരുവോളം വെള്ളം കുടിക്കാൻ കിട്ടിയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒട്ടിയ വേറാണ്, കുഴഞ്ഞ കണ്ണുകളാണ്, ആയുധങ്ങളുമില്ല, ചമ്പ്രം പറഞ്ഞ് മരുഭൂമിയിലിരിക്കുകയാണ്. അവരോടാണ് നബി തങ്ങൾ ചോദിക്കുന്നത്, ആകാശ ലോകത്തിന്റെ വേദിയുള്ള, ഭൂമിയുടെയും വേദിയുള്ള കവാടമുള്ള സ്വർഗമുണ്ട്, അല്ലാതെ നിങ്ങൾക്കൊന്നും എൻ്റെ അടുക്കൽ തരാനില്ല, അതിലേക്ക് ആരാണ് വരാനുള്ളത്? ഉടനെ തന്നെ മഹാനായ ഉമൈർ ബിനുൽ ഹുമാം സ്വർഗം എന്നങ്ങ് കേട്ടപ്പോഴേക്ക് ബഹിൻ കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴം 1-2 ചുളയുണ്ട്, അത് കഴിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ദാഹം തീർക്കണം, വിശപ്പ് തീർക്കണം എന്ന ചിന്തയിൽ തങ്ങളിരിക്കുകയാണ്. അപ്പോഴാണിത് കേൾക്കുന്നത്. ഉടനെ തന്നെ അതാ ഡബ്ബർ ബന്ധു പൊന്തുന്നത് പോലെ മേൽപോട്ടും താഴോട്ടും ചാടുകയാണ് ഉമൈർ ബിനുൽ ഹുമാം. സഹാബികൾ ചിലർ പിടിച്ചു വെച്ചു, ആരുടെ മുന്നിലാണ് ഉമൈർ നിങ്ങളിങ്ങനെ ചാടുന്നത്? അവിടുന്ന് പരിസരം മറന്നുപോയി. ബോധം വന്നപ്പോ നബിയോട് പറഞ്ഞു, നബിയെ ക്ഷമിക്കണം,
സ്വർഗമെന്ന് അങ്ങ് പറഞ്ഞപ്പോഴേക്ക് എന്റെ മനസ്സിൽ സ്വർഗം വന്നു. അങ്ങ് സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ച് വാതിൽ തുറക്കുന്നത് ഞാൻ അങ്ങ് കണ്ടുപോയി. എന്നിട്ട് പാവപ്പെട്ട ഉമേർ സ്വർഗത്തിലേക്ക് കടക്കുന്ന രംഗം, റഹ്മാനെ ഞാനതങ്ങ് നബിയേ, ഞാനതങ്ങ് എന്റെ മനസ്സിൽ വന്നു പോയപ്പോ എന്റെ പരിസരം മറന്നുപോയി നബിയേ. അങ്ങനെ ചാടിപ്പോയതാണ്. വലിച്ചെറിഞ്ഞു, രണാങ്കളത്തിൽ കടന്ന് യുദ്ധം ചെയ്തില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒപ്പമുണ്ടായിരുന്ന ഈ സ്വഹാബത്ത് അവരാഗ്രഹിക്കുന്നത് അള്ളാഹുവിനെയാണ്, അള്ളാഹുവിന്റെ സ്വർഗമാണ്, അള്ളാഹുവിന്റെ പൊരുത്തമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹ് പറയുന്നു, ഞാൻ നിങ്ങളെ സഹായിക്കും. വഅൻതും അതില്ല. എങ്ങനെ സഹായിക്കുന്നു? ഫത്തഖുല്ലാഹ്. നിങ്ങൾ വേണ്ടതെന്താണ്? നിങ്ങളെ ഞാൻ സഹായിക്കും. നിങ്ങൾ വേണ്ടതെന്താണ്? ഫത്തഖുല്ലാഹ്. ജീവിതത്തിന്റെ നിഖില മേഖലകള് നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണം കേട്ടോ, തഖ്വയുള്ളവരായി ജീവിക്കണം. അതാണ് സജ്ജരാവണമെന്ന് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ തഖ്വയുള്ളവരായി ജീവിച്ചാൽ ലഖദ് നസറക്കുമുല്ലാഹു ബിബദർ. ബദറിൽ അല്ലാഹ് സഹായിച്ച പോലെ നമ്മളും സഹായിക്കും. എങ്ങനെ സഹായിച്ച? അല്ലാഹ് പറയുന്നു, ഇദ് തഖൂലു ലിൽ മുഅ്മിനീന അലൻ യക്ഫിയകും അൻ യുമിദ്ദകും റബ്ബുകും ബിസലാസതി ആലാഫിൻ മിനൽ മലായികതി മുൻസലീൻ. പിന്നെ അല്ലാഹ് പറഞ്ഞു, ബലാ ഇൻ തസ്ബിറു വതത്തഖൂ വയതൂകും മിൻ ഫൗരിഹിം ഹാദാ യുംദിദുകും റബ്ബുകും ബിഖംസതി ആലാഫിൻ മിനൽ മലായികതി മുസവ്വിമീൻ. അല്ലാഹ് പറയുകയാണ്, ആദ്യം 3000, വേറെ ആദ്യം 1000, പിന്നെ 2000, പിന്നെ 3000, അങ്ങനെ മൊത്തം 5000 മലക്കുകളെ അല്ലാഹു തആല ബദറിൽ ഇറക്കി. ആർക്കിറക്കി? റഹ്മാനായ റബ്ബ് മലക്കുകളെ ഇറക്കി സഹായിച്ചു. അതാണ് ആയുധം. മലക്കുകളെ ഇറക്കി സഹായിച്ചതിന്റെ ഫലം ചില സഹാബികളൊക്കെ പറയുന്നുണ്ട്, വെട്ടാൻ വേണ്ടി സഹാബികൾ ഉള്ള തുരുമ്പുടിച്ച വാളിട്ട് നോക്കുമ്പോത്തിന് ആരോ വെട്ടിക്കളയും. അപ്പോത്തിന് തല പോന്നു. കുറെ ആളുകൾ, 70ഓളം ആളുകളെ ബന്ദികളായി അന്ന് പിടിച്ചിട്ടുണ്ട് ബദറിൽ. 70ഓളം ആളുകളെ. ആ ബന്ദികളായി 70ഓളം ആളുകളെ പിടിച്ചിട്ട് മഹത്തുക്കളായ സഹാബികൾ പറയാൻ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങള് പറയുന്നുണ്ട്, ബന്ദികൾ അങ്ങനെ തെരഞ്ഞു നോക്കുമ്പോ ഒരാളെ പിടിച്ച് കെട്ടിട്ടിട്ടുണ്ട്, ഒരു ശത്രുവിനെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചോദിച്ചു, ആരാ എന്നെ കെട്ടിട്ട്? എനിക്കറിയില്ല. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് സഹാബികളെ വിളിച്ചിട്ട്, ഇയാൾ ആര് കെട്ടിട്ടതാ ചോദിച്ചു. കെട്ടിട്ടുള്ള ആരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് മലക്കിൽപ്പെട്ട ഒരു മലക്ക് ചെയ്തതാണ്. മലക്കുകൾ വന്നിട്ട് പിടിച്ച് കെട്ടിട്ട ശത്രുക്കളെ. അതുപോലെ വെട്ടാതെ നോക്കുമ്പോഴത്തേനും തല പോകുന്നു. വെട്ടിയതാരാ അറിയില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഹുമുൽ മലായിക, മലക്കുകളാണ്. വെള്ളത്തലപ്പാവണിഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ 5000 മലക്കുകൾ വന്ന് പാവപ്പെട്ട മഹത്തുക്കളായ ബദറിലുള്ള ബദരീങ്ങളെ സഹായിച്ചെങ്കിൽ ആ മലക്കുകൾ ഒന്നുണ്ട്, ആ റബ്ബ് ഒന്നുണ്ട്. ആ റബ്ബിന്റെ അനുയായികളാ നമ്മൾ, സൃഷ്ടികളാ നമ്മള്. ആ റബ്ബിന്റെ ഇബാദുകളാണ്. ആ റബ്ബിന്റെ മലക്കുകൾ ഒന്നുണ്ട്. എന്തേ നമുക്കത് കിട്ടാത്തത്? നമ്മൾ ബദരീങ്ങളായി മാറണം. ലഅല്ലക്കും തത്തഖൂൻ. സൂക്ഷ്മതയുള്ളവരാവണം. അങ്ങനെ ഇസ്ലാമിന്റെ ഒരു ചിട്ടിയില്ല. ഇങ്ങോട്ട് 4 വാളും പിടിച്ച് നടന്നുകൊണ്ട് കാര്യമില്ല മക്കളെ. വേണ്ടത് നാം ബദരീങ്ങളുടെ മാതൃക പിൻപറ്റി അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ ആളുകളായി മാറാൻ ശ്രമിക്കുക. അപ്പൊ അള്ളാഹ് പറഞ്ഞ സഹായം, മലക്കുകളുടെ സഹായം, അത് നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞു വരുന്നത് സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്തുണയാണ്. ആ സയ്യിദ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറഞ്ഞു, വമാ അമർത ബിഹി മിൻ അംരിൻ വഅംറുനാ തബഉൽ അംരിക്. സുബ്ഹാനല്ലാഹ്, എനിക്കൊരു ബിസിനസ് ഉണ്ട്. ആ ബിസിനസ്സിന് അതിന് ലോൺ എടുത്തതാണ്. പിന്നെ പറയണോ? അല്ലെങ്കിൽ ഞാനൊരു വണ്ടി കച്ചവടക്കാരനാണ്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിമ്മിട്ടം വരും. അതെല്ലാവരും അങ്ങനെ കൂട്ടുക. എന്നാലും പലിശന്റെ ഭവിഷ്യത്ത് ഞാൻ പറയാതിരിക്കില്ല, അടുത്ത ദിവസങ്ങളിൽ പറയും. ഇപ്പം അത് ഞാൻ പറയുന്നത്, ഇപ്പം പറഞ്ഞാൽ നമ്മളെ ബദരീങ്ങളെ ചരിത്രം പറയാൻ നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പിന്മാറുകയാണ്. എന്നിട്ട് ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. നമ്മുടെ ഇടയിലുള്ള പ്രശ്നത്തിന്റെ പരിഹാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിധിയാവണം. അത് 100% പിന്തുണ കൊടുത്തു റസൂലുള്ളാഹിക്ക് സയ്യിദ് ഇബ്നു മുആദ്. അങ്ങനത്തെ സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മുമ്പ് അറിയാം, സയ്യിദ് ഇബ്നു മുആദിന് ഇങ്ങനെ യുദ്ധം നടക്കുന്നു. മുമ്പ്, എത്ര മുമ്പ്? മദീനയിൽ നിന്ന് ഉമയ്യത്ത് ബിൻ ഖലഫിനെ നിങ്ങൾക്ക് അറിയില്ലേ? അറിയോ? മക്കയിലെ വലിയ ശത്രുവാ. മിഞ്ഞാന്നവൻ പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹു 100 ഒട്ടകത്തിന് അത് കൊടുക്കാൻ കഴിയാതെ ബദറിൽ മരിച്ച ആളാണ്.
ആ ഉമയ്യത്ത് ബിൻ ഖലഫ് സഅദ് ബിൻ മുആദിന്റെ സുഹൃത്തായിരുന്നു. ഇയാള് കച്ചവടാവശ്യാർത്ഥ യാത്ര പോകുമ്പോൾ മദീനത്ത് ഇറങ്ങുമ്പോൾ സയ്യിദ് റളിയല്ലാഹുവിനെ കാണാറുണ്ട്. അത് ഉപയോഗപ്പെടുത്തി സയ്യിദ് റളിയല്ലാഹു അതുകൊണ്ട് സത്യം പറയാതിരിക്കോ, ഓൻ എൻ്റെ സുഹൃത്താണ്, അതുകൊണ്ട് ഞാൻ ഇപ്പം അങ്ങനെ ആശയം പറഞ്ഞാൽ സയ്യിദ് റളിയല്ലാഹു അത് ഉപയോഗപ്പെടുത്തി മക്കത്ത് ഇടയ്ക്കിടയ്ക്ക് പോകും, ഉംറക്ക് പോകും. ഉംറക്ക് പോകലിനെ തൊട്ടുപോലും തടഞ്ഞു നിന്നാലും സയ്യിദ് റളിയല്ലാഹു പോകും. പോയാൽ എന്താ, ഉമയ്യത്തിന്റെ സഹായം ഉണ്ടാവും. കാരണം ഉമയ്യത്തിന് ഇവിടെ സഹായം കൊടുക്കുന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്തിയിട്ട് മഹാനായ സയ്യിദ് റളിയല്ലാഹു അങ്ങോട്ട് പോകും. അങ്ങനെ ഒരിക്കൽ പോയി തവാഫ് ഇങ്ങനെ ചെയ്യാണ്. തവാഫ് ചെയ്തപ്പോൾ മറ്റേ വലിയ മുപ്പരാക്കുണ്ട് അബൂജഹൽ. അബൂജഹൽ ഇത് കണ്ടപ്പോൾ അതും പച്ച പകലിലാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഫീമാ ഫബൈനമാ സഅദുൻ യതൂഫ് ഇത് അതാഹു അബൂജഹൽ. അബൂജഹൽ അവിടെ വന്നു. കാരണം നിർഭയനായിട്ട് ഇങ്ങനെ തവാഫ് ചെയ്യല്ലേ സയ്യിദ് റളിയല്ലാഹു അൻഹു. ഫഖാല മൻ ഹാദല്ലദീ യതൂഫു ബിൽ കഅബ, ആരാണ് നമ്മൾ ഇവിടെ ഉണ്ടാകുമ്പം കഅബ എങ്ങനെ ധൈര്യത്തിൽ തവാഫ് ചെയ്യുന്നത്? ഫഖാല സഅദ് ബിൻ മുആദ് പറയാൻ അന സഅദ്, ഞാൻ സഅദ് തന്നെ. എന്തേ? സയ്യിദ് റളിയല്ലാഹു അൻഹു ഒറ്റക്കാണ് മക്കയിൽ. അന സഅദ്, സഅദ് ബിൻ മുആദാണ്. ഫഖാല അബൂജഹൽ അതതൂഫു ബിൽ കഅബത്തി ആമിനൻ വഖദ് ആവൈതും മുഹമ്മദൻ വഅസ്ഹാബ, ഇജി മുഹമ്മദിനും കൂട്ടർക്കും സൗകര്യം ചെയ്ത് അവിടെ കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് നിർഭയനായിട്ട് ഇങ്ങനെ തവാഫ് ചെയ്യാണില്ലേ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹായം കൊടുത്ത അൻസാരികളിൽപ്പെട്ട നേതാവാണല്ലോ സയ്യിദ് ഇബ്നു മുആദ്. അതാ ചോദിച്ചത്. അപ്പൊ അത് പറഞ്ഞപ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹു ഉണ്ടാക്കണം ഫതലാഹയ, ഞാൻ എല്ലാം അങ്ങോട്ടും പറഞ്ഞു, ഒന്നിന് രണ്ട് വെച്ച് അങ്ങോട്ടും പറഞ്ഞു. അപ്പോഴാണ് അഭയം കൊടുത്ത ഉമ്മയ്യത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. കാരണം ആരും കാട്ടുമ്പോൾ തടുക്കണല്ലോ. ഉമ്മയ്യത്ത് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലാ തർഫ സൗതകാല അബിൽ ഹകം ഫഇന്നഹു സയ്യിദു അഹ്ലിൽ വാദി. സയ്യിദേ, സംഗതിയൊക്കെ ശരിയാണ്, ഞങ്ങളെ നേതാവാണ്, ആ നേതാവിനോട് അങ്ങനെ തട്ടിക്കയറല്ലേ, എന്നാ തൽക്കാല ആദർശം അവിടെ മാറ്റിവെക്കാൻ പറ്റുമോ? സയ്യിദ് റളിയല്ലാഹു അൻഹു ഫഖാല ലഹു സയ്യിദുൻ, സയ്യിദ് അപ്പൊ ഉമ്മയ്യത്തിനോട് പറഞ്ഞു, വല്ലാഹി ലഇൻ മനഅതനി അൻ അതൂഫ ബിൽ ബൈതി ലഅഖതഅന്ന അലൈക മുത്തജ്റക ബിശ്ശാം. ഞാനിവിടെ തവാഫ് ചെയ്യുന്നത് എൻ്റെ ഓശാരം കൊണ്ടല്ല, ഇത് ഷാമുക്ക് കച്ചവടത്തിന് പോകുമ്പോൾ ഞങ്ങളെ മദീനത്ത് കൂടെ പോല്, അതിന് സൗകര്യം ചെയ്ത് തന്നതിനാണ് ഞാൻ ഇവിടെ തവാഫ് ചെയ്യണത്, നിന്റെ ഓശാരം കൊണ്ടൊന്നുമല്ല. ആരോട്? ഉമയ്യത്തിനോട്. സത്യം പറയുന്നതിൽ യാതൊരു വെറുപ്പും യാതൊരു വിമ്മിട്ടും, അതാര് സഹായിക്കുകയാണെങ്കിലും എന്താണെങ്കിലും, ഏത് ബിസിനസ് പങ്കാളിയാണെങ്കിലും അല്ലെങ്കിൽ ഏത് സുഹൃത്താണെങ്കിലും, കുടുംബ സുഹൃത്താണല്ലോ, ഏത് സുഹൃത്താണെങ്കിലും സത്യം പറഞ്ഞതിൽ എന്ത് ചെയ്യാൻ പാടില്ല, വിമ്മിട്ടം കാണിക്കാൻ പാടില്ല. ബദരീങ്ങൾ നിൽക്കുന്ന പാടാൻ. എന്നിട്ടോ അതവിടെ കെട്ടെ. ഫജാല ഉമയ്യത്തു യഖൂലു ലിസഅദ്, അപ്പൊ ഉമയ്യത്ത് സഅദിനോട് പറഞ്ഞു, ലാ തർഫ സൗതക, വല്ലാതെ ഒച്ചത്തിൽ സംസാരിക്കണ്ടട്ടോ. അപ്പൊ സഅദിന് ഒന്നും കൂടി ദേഷ്യം പിടിച്ചു. സഅദ് പറഞ്ഞു, ഫഖാല ദയനാൻക്, ഇതൊന്ന് മാറുന്ന, എന്റെ സംരക്ഷണം ഒന്നും ആവശ്യമില്ല, എന്റെ റബ്ബിന്റെ സംരക്ഷണം എനിക്കുണ്ട്. മാത്രല്ല എനിക്ക് കേൾക്കണോ, ഫൈന്നി സമയത്ത് മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്റെ നേതാവായ മുഹമ്മദ് നബി പറയുന്നത് കേട്ടിട്ടുണ്ട്, അന്നഹു ഖാതിലുക്, എന്റെ നേതാവ് നിന്നെ കൊല്ലും. ഈ വിവരം എന്റെ നേതാവ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് വല്ലാതെ വമ്പൊന്നും നടിക്കണ്ട, നിനക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല, നിന്നെ എന്റെ നേതാവ് കൊല്ലും, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മുൻകൂട്ടി, ഞാൻ എന്താ ഇത് പറയുന്നത്, മുൻകൂട്ടി ഇവനെ ബദറിന് നബിയാ കൊന്നത്. നബി എങ്ങനെ വന്നത്? ചെറിയൊരു അമ്പ് ഇങ്ങനെ ഇട്ടിട്ടുള്ളൂ, ചെറിയ മുറിയായാ മതി. ഇങ്ങോട്ടു ഇത് കേട്ടപ്പോ ഉമയ്യത്ത് കാല ഇയായ, എന്നെ കൊല്ലുന്നു പറഞ്ഞോ? കാല നാം, നിന്നെ തന്നെയാണ്, പേരൊന്നും മാറിയിട്ടില്ല. അപ്പോഴാണ് ഉമയ്യത്ത് കാല വല്ലാഹി മാ യക്ദിബു മുഹമ്മദുൻ ഇദാ ഹദ്ദസ, മുഹമ്മദ് ഒരു വർത്തമാനം പറഞ്ഞാൽ അത് സത്യം തന്നെ ആകുമല്ലോ. അതെല്ലാവർക്കൊക്കെ അറിയാം. ആള് തൽക്കാലം നമ്മക്ക് നമ്മളെ പാർട്ടിക്കും പറ്റൂല എന്നേ ഉള്ളൂ, ആള് ഉഷാർ തന്നെയാണ്, അതെല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ പിന്നെന്താ മാറിക്കുന്നത്? അത് ചില്ലറ ചില വിഷയങ്ങളെ കൊണ്ട് മാറിക്കാണ്. പറയാണ് സംഗതി മുഹമ്മദ് പറഞ്ഞാൽ ശരി തന്നെയാണ്. ഭാര്യന്റെ അടുക്കലേക്ക് പോയി ഉമയ്യത്ത്. കാരണം ഇവിടെ മനസ്സ് പിടിച്ചു കുലുക്കുന്ന ഒരു വേരമാണ് പറഞ്ഞിരിക്കുന്നത്. ചെന്നിട്ട് കാല അമ, അപ്പോ ഉമയ്യത്ത് ഭാര്യയോട് പറയുന്നു, അമാ തൈലമീനമാ കാലാഹില്യ, മദീനക്കാരനായ എന്റെ സുഹൃത്ത് ഇന്നലെ ഇവിടെ വന്നു, ഇന്നിവിടെ വന്നു, അവൻ എന്നോടൊരു വിവരം പറഞ്ഞു, ആ വിവരം എന്നെ വല്ലാതെ പിടിച്ചു കുലുക്കുന്നുണ്ട് എന്ന് ഭാര്യയോട്. അപ്പൊ ഭാര്യ പറയുന്നു, അമാ കാൽ, എന്താ പറഞ്ഞത്?
എന്നെ മുഹമ്മദ് കൊല്ലുമെന്ന് പ്രഖ്യാപിച്ച വിവരം ആ സഹോദരൻ എന്നോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ബേജാറിലാണ്. അപ്പൊ പെണ്ണുങ്ങളോ കാലത്ത് വല്ലാഹി മാ യക്ദിബു മുഹമ്മദുൻ, പെണ്ണുങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ അറിയാം. മുഹമ്മദ് കളവ് പറയില്ല കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഫലമ്മാ ഖറജൂ ലിബദരിൻ, അങ്ങനെ മുൻകൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമയ്യത്തിനെ ഇവിടെ കൊല്ലും, ഇവിടെ യുദ്ധം നടക്കും, ഇതൊക്കെ അറിഞ്ഞിട്ടും മുഹമ്മദ് റസൂലുള്ളാഹി ആയുധം ശേഖരിച്ചു വെച്ചിട്ടില്ല. സ്വഹാബികൾ ആയുധം ശേഖരിച്ചു വെച്ചിട്ടില്ല. സഅദ് ഇബ്നു മുആദ് ആയുധം ശേഖരിച്ചു വെച്ചിട്ടില്ല. അവര് റബ്ബിന്റെ സഹായം, എന്നാ നമ്മക്കും അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് റബ്ബിന്റെ സഹായം കാത്തു നിൽക്കുക. പക്ഷെ ആ സഹായം കിട്ടണമെങ്കിൽ നമ്മൾ ബദരീങ്ങളെ പോലെ പണിയെടുക്കണം, ബദരീങ്ങളെ പോലെ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കണം. ചിലവർക്ക് ഇത് പറയുമ്പോ അള്ളാന്റെ സഹായം പറഞ്ഞിങ്ങനെ ഒന്നോളി, ബാബരിപ്പള്ളി പറഞ്ഞപ്പോ അള്ളാന്റെ സഹായം ഉണ്ടായോ? ചിലല്ലോ ചോദ്യം. നിസ്കരിച്ചാൻ വരെ ആളില്ലേനല്ലോ അവിടെ, എത്രയോ കാലം പൂട്ടിക്കെടുക്കേന്, പിന്നെ എങ്ങനെ തക്കുവ ഉണ്ടാകണ്? പള്ളി പൊളിയാതിരിക്കോ? പൊളിക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് അള്ളാന്റെ സഹായം നമുക്ക് ലഭിക്കും, ആരും പരിഹസിക്കണ്ട. സഹായം ലഭിച്ച എത്രയോ സംഭവങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞു. അതിന് നമ്മൾ മാറാൻ വേണ്ടി, നമ്മൾ നന്നാവണം, ആ സഹായം ലഭിക്കാനുള്ള അർഹരായിട്ട് നമ്മൾ മാറണം. അങ്ങനെ പിന്നെ ബദർക്ക് പോയപ്പോ ഇവൻ പോയില്ല. ഉമയ്യത്ത് പെരയിൽ ഉത്തർന്നു, തീ കാഞ്ഞ് വല്ലാത്ത അണുക്കിന് തീ കാഞ്ഞിരുന്നു കൈബന്റെ അടുക്കെ പോയി പിടിച്ചു കൊണ്ടെന്നാണ് അബൂജഹൽ. അറക്കാൻ കൊണ്ടുപോകുന്ന പശുവിനെ കൊണ്ടുപോകുന്നത് പോലെ പിടിച്ചു കൊണ്ടേക്കുക. ഭാര്യ പറഞ്ഞു ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ബഹൻ കുറെ ശ്രദ്ധിച്ചാ നടന്ന്. പക്ഷെ അള്ളാന്റെ തീരുമാനം നബിക്ക് അറിയിച്ചല്ലേ. അങ്ങനെ ബദറില് റസൂലുള്ളാഹിന്റെ ഒരു ചെറിയ അമ്പ് കൊണ്ട് ഇവൻ മരിച്ചു. കഥ കഴിഞ്ഞുപോയി. അപ്പൊ ഇങ്ങനെ മുൻകൂട്ടി തന്നെ ഓരോ വിവരങ്ങളും അല്ലാഹു തആല മുൻകൂട്ടി നബിക്ക് അറിയിച്ചു. സ്വഹാബികൾക്ക് ഇത് അറിയാം. അങ്ങനെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഈ വിവരം അറിയിച്ചു കൊടുത്തു. ഓനോട് പറഞ്ഞു എന്നെ ബദറിൽ കൊല്ലും. പക്ഷെ ഓന് ബദറിൽ പോകാതിരിക്കാൻ കഴിഞ്ഞില്ല, അവൻ പോണ്ടി വന്നു. ആ മരണം ഏറ്റുവാങ്ങാൻ ബദർ വരെ നടക്കേണ്ടി വന്നു. ഇങ്ങനെ ബദരീങ്ങളുടെ ഓരോ സംഭവങ്ങളും നമുക്ക് പാഠമാവണം. ഞാൻ ഒരു കാര്യം കൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. സമയം വല്ലാതെ അതിക്രമിച്ചിട്ടുണ്ട്. ബദരീങ്ങളെ ചരിത്രം, ബദർ യുദ്ധം നടക്കുന്നത്, അതൊക്കെ ഇനി നിങ്ങളങ്ങ് മനസ്സിലാക്കിയാൽ മതി. അതിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ബദർ കഴിഞ്ഞു എന്നാണ് സങ്കല്പിക്കുക. ബദർ യുദ്ധം നടന്നു, അള്ളാന്റെ സഹായം കിട്ടി. 5000 മലക്കുകൾ വന്നു, സഹായിച്ചു. ആ സഹായം ഇന്ന് ലോകത്ത് അത്ഭുതമാണ്. 313ഓളം ഇത്ര നിസാരരായ ആളുകൾക്ക് അള്ളാഹു തആല നേരിട്ട് സഹായം നൽകുന്നു, അള്ളാഹിന്റെ ആളുകളായി. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ബദർ എല്ലാവർക്കും ഒരു ദൃഷ്ടാന്താണ്. സത്യാസത്യ വിവേചനത്തിന്റെ റബ്ബിന്റെ സഹായം നേരിട്ട് ഇടപെട്ട പ്രപഞ്ചത്തിൽ നടന്ന ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തം. അതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു പതിവുണ്ട്. ആ പതിവെന്താ? ഒരു യുദ്ധം കഴിഞ്ഞ് 10-20 ആളുകളെ കൊല്ലപ്പെട്ടു. 10-20ഓളം ആളുകളെ നബി ബന്ദികളാക്കി പിടിച്ചു. ആ പിടിച്ച ആളുകളോട് നബി പെരുമാറിയ പെരുമാറ്റമൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് സമയമുണ്ടെങ്കിൽ ഞാൻ പറയും. അവർ പിന്നെ എന്ത് ചെയ്തു എന്നൊക്കെ വരും ദിവസങ്ങളിൽ പറയാം. ഇടക്ക് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 ദിവസം അവിടെ നിന്നു. വെള്ളിയാഴ്ച പകലാണ്, റമദാൻക്കാണ് ഇത് നടക്കുന്നത്. അങ്ങനെ നടന്ന് വെള്ളിയാഴ്ച അവിടെ നിന്നു, ശനിയാഴ്ച നിന്നു, ഞായറാഴ്ച ആണ് മടങ്ങുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മടക്കണം. ഇന്ന് എല്ലായിടത്തും ബദർ അനുസ്മരണം നടക്കുകയാണ്. അപ്പൊ ചില ആളുകൾ ബദർ അനുസ്മരണം അങ്ങനെ സ്വഹാബികൾ നടത്തിയിരുന്നോ, ബദരീങ്ങൾ അങ്ങനെ അനുസ്മരിക്കുക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ആരെയും നമ്മൾ അനുസ്മരിക്കേണ്ടത്? നമ്മുടെ നേതൃത്വം ബദരീങ്ങളാണ്. ആ ബദരീങ്ങളുടെ പാത പിൻപറ്റിയ ഇന്നോളമുള്ള നമ്മുടെ നേതൃത്വം, അത് ഓരോന്നോരോന്നായിട്ട് പറയണമെങ്കിൽ കുറെ സമയം പിടിക്കും. ഇങ്ങോട്ട് ചോദിക്കണം, അങ്ങനെ ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് അവിടെ നിന്നു. 2 സഹാബികളെ മടങ്ങാൻ വേണ്ടി മദീനയിലേക്ക് മടങ്ങുകയാണ്. വലിയ അനുഗ്രഹം, ഇത്ര വലിയ അനുഗ്രഹം വേറെ ഇല്ലല്ലോ. യൗമൈദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ, ആ ദിവസം അത് ഓർത്തുകൊണ്ട് മുഅ്മിനീങ്ങളൊക്കെ സന്തോഷിക്കണമെന്ന് ഖുർആൻ പറയാണ്. മുഅ്മിനീങ്ങളൊക്കെ അത് സന്തോഷിക്കണമെന്ന്. ആ സന്തോഷം നമ്മുടെ നേതൃത്വം നമുക്ക് കാണിച്ചു തരികയാണ്. എങ്ങനെയാണ് അവർ സന്തോഷിച്ചത്? മഹാനരായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 ആളെ മുൻകൂട്ടി പറഞ്ഞേക്കുകയാണ് മദീനത്തേക്ക്. ഒന്ന് മദീനത്തിന്റെ മുകൾ ഭാഗത്തിലൂടെയും ഒരാള് മദീനത്തിന്റെ താഴ്ഭാഗത്തിലൂടെയും വിവരമറിയിക്കാൻ പറഞ്ഞേച്ചു. ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ഈ 2 പേരും കൂടി മദീനയിലേക്ക് പോകുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ബദറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ബദരീങ്ങളിൽപ്പെട്ട നേതാവാണ്.
നബി തങ്ങളുടെ മകളാകുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ പത്നിയാകുന്ന റുഖിയ ബീവിക്ക് രോഗമായിരുന്നു, കലശലായ രോഗം. അപ്പൊ അവിടെ ഭർത്താവിനോട് നിൽക്കാൻ നബി പറഞ്ഞു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർക്ക് പോരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർ പോന്നിട്ടില്ലെങ്കിലും പങ്കെടുത്തതുപോലെ ഒരു കൂലിയുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ റുഖിയ ബീവി വഫാത്തായി. ബദർ നടക്കുമ്പോ ആ റുഖിയ ബീവിയെ മറമാടുകയാണ്. അപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ബദർ വിജയിച്ച ബദറില് മുസ്ലിമീങ്ങൾക്ക് അല്ലാഹ് നൽകിയ വലിയ അനുഗ്രഹം, ആ അനുഗ്രഹം പറയാൻ വേണ്ടി മദീനയിലെത്തിയിട്ടുണ്ട്. നബി മുമ്പ് അയച്ചതാണ്. യാ മഅ്ശറൽ അൻസാർ. ബദർ നടന്ന അക്കൊല്ലം തന്നെ അനുസ്മരണം നടക്കുകയാണ്, അക്കൊല്ലം തന്നെ ആഘോഷം നടക്കുകയാണ്. ആ റമദാനിൽ അതേ ദിവസം തന്നെ ആഘോഷം നടക്കുന്നു. യാ മഅ്ശറൽ അൻസാർ വൽ മുഹാജിരീൻ. അൻസാരികളെ മുഹാജിറുകളെ വരൂ. അബ്ശിറൂ ബിസലാമത്തി റസൂലില്ലാഹി വഖതിൽ കാഫിരീൻ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ നബി ഏൽപ്പിച്ചത് പ്രകാരം ബദറിൽ നടന്ന സംഭവം വിവരിക്കുകയാണ്. നിങ്ങളൊക്കെ സന്തോഷിക്കണം. അബ്ശിറൂ, സന്തോഷിച്ചുകൊള്ളൂ. ബിസലാമത്തി റസൂലില്ലാഹി വൽ മുസ്ലിമീൻ. അല്ലാഹുവിന്റെ റസൂലും മുസ്ലിമീങ്ങളും അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. വഖതിലിൽ മുശ്രിക്കീൻ. മുശ്രിക്കീങ്ങളെയൊക്കെ യമപുരിക്ക് അയച്ചിട്ടുണ്ട്. അല്ലാഹ് നൽകിയ വലിയ സന്തോഷമാണ്. വഹുവ യഖൂൽ. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ വിളിച്ചു പറയുകയാണ്, ഖുതില ഉത്ബത്ത് ബിൻ റബീഅ വശൈബത്ത് ബിൻ റബീഅ വഅബൂ ജഹൽ ബിൻ ഹിശാം വഉമയ്യത്ത് ബിൻ ഖലഫ് വഅബുൽ ബഖ്തരിൽ ആസ്. ഇങ്ങനെ കൊല്ലപ്പെട്ട കാഫിരീങ്ങളെ ഓരോ പേരും എടുത്തെടുത്തെടുത്ത് ഇങ്ങനെ പറയുകയാണ്. എല്ലാരെ പേരും നമ്മളെ മൗലൂദിലും ചിലപ്പം കാണാം അബൂജഹലിന്റെ മറ്റൊരൊക്കെ പേര്. അതിനാ കൊല്ലപ്പെട്ടവരെ പേരെടുത്തു പറയുന്നു. അവസാനം മുസ്ലിമീങ്ങളിൽ നിന്ന് വയത്തഖിദ മിൻകും ശുഹദാ, നിങ്ങളിൽ നിന്ന് ചില ആളുകൾക്ക് ശുഹദായിന്റെ പദവി നൽകണമല്ലോ. അങ്ങനെ മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില ആളുകൾക്ക് ശുഹദായിന്റെ സ്ഥാനം കിട്ടി. കാരണം ശുഹദാക്കളുടെ സ്ഥാനം എത്രയാണ്? അത്ര വലിയ സ്ഥാനം വേറെ ഇല്ലല്ലോ. അങ്ങനെ ചിലർക്ക് ശുഹദായിന്റെ സ്ഥാനം കിട്ടാൻ വേണ്ടി അള്ളാഹ് യുദ്ധം നടത്തിയത് എന്ന് ഖുർആൻ പറയാൻ. അങ്ങനെ എന്തിനാ കുറെ ശുഹദാക്കള്? ഓൽക്ക് സ്ഥാനം കിട്ടണം. ഓൽക്ക് സ്ഥാനം കിട്ടി നമുക്ക് യുദ്ധം ചെയ്യാനിട്ട് കഴിയണമില്ല. അതുകൊണ്ട് ആ ശുഹദാക്കളെ ബഹുമാനിച്ചിട്ടുള്ള വകയിൽ നമുക്കും കൂലിട്ടണം. ശുഹദാക്കളെ നേർച്ചെടുത്തിട്ട് അതിനും വേണ്ട ശുഹദാക്കള്. അതിനൊക്കെ വേണ്ടിയാണ് ശുഹദാക്കൾ ഉണ്ടാക്കിയതെന്ന് അള്ളാഹു ഖുർആനില്. ആ ശുഹദാക്കളെ പേരും എടുത്തു പറയാൻ അന്ന ആളൊക്കെ മരിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ പേരും പറഞ്ഞിട്ടോ അത് പറഞ്ഞപ്പോ ബദരീങ്ങളെ പേരിങ്ങനെ പറയുമ്പോ ചില ആളുകൾക്ക് ഓക്കാനം വരും, ഛർദി വരും. നമ്മൾ പള്ളിയൊക്കെ വെച്ചിട്ട് വസായിദീൻ 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 വസായിദീൻ. അപ്പൊ മറ്റേ പള്ളിക്കലുണ്ടാവും ഇങ്ങനെ ശിർക്ക് 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 പറഞ്ഞിട്ട് ഇതിനോട് വിമ്മിട്ടായിട്ട് എന്നതുപോലെ ഈ പേരിങ്ങനെ പറഞ്ഞപ്പോ മുനാഫിക്കുകളിൽപ്പെട്ട ചിലോല് പറഞ്ഞിട്ട് അബൂ ലുബാബ റളിയല്ലാഹുവിനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. മൂപ്പരോട് ഒരുത്തൻ മെല്ലെ ചൊട്ടു പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു റവാഹക്ക് പിരാന്ത, എത്താ അയാൾ വിളിച്ചു വരണത്? ഈ ആധുനിക യുഗത്തില് ബദർ മൗലിദ് ഓതി നടക്കേ എന്ന പോലെ ഇയാൾ പറയാൻ മുനാഫിക്ക് പറഞ്ഞതാണ്. മുഹമ്മദ് അങ്ങാനും കൊല്ലപ്പെട്ടാണ്. അങ്ങനെ മനസ്സ് വേജാറ് എന്തോ വിളിച്ചു പറയാണ് ഇയാള്. അപ്പൊ അബൂ ലുബാബക്കും സംശയം. കാരണം ഇന്നെപ്പോലെ ഫോൺ വിളിച്ച് മൊബൈൽ അവിടെ എന്ത് നടന്നു എന്ന് വെക്കാൻ പറ്റൂലല്ലോ. ബദർ കുറച്ച് 250 കിലോമീറ്റർ അപ്പുറത്താണ് മദീനന്ന്. അപ്പൊ പിന്നെ ഇത് പെട്ടെന്ന് വിവരം അറിയില്ലല്ലോ. അപ്പോഴാണ് അബൂ ലുബാബ റളിയല്ലാഹു അൻഹു നേരെ അബ്ദുല്ലാഹ് ഇബ്നു റവാഹന്റെ അടുത്തേക്ക് ബെല്ല ചെന്നിട്ട് ചോദിച്ചു, ആ ഹക്കുൻ ഹാദാ, ഇത് പറഞ്ഞ സത്യം തന്നെ അല്ലേ? സത്യം തന്നെ അല്ലേ? അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മൂപ്പര് ഈ വല്ലാഹി സത്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതില് ഈ മുനാഫിക്കിന്റെ അടുത്ത് ഓടി അബൂ ലുബാബ ഓടിയിട്ട് അവനോട് പറഞ്ഞു, എന്റെ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ പറഞ്ഞത് 100ക്കും സത്യമാണ്. അതിങ്ങനെ പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സെയ്ദ് ബിൻ ഹാരിസത്ത് റളിയല്ലാഹു അൻഹു മറ്റേ വഴിയിലൂടെ ഇത് വിളിച്ചറിഞ്ഞ് ഇങ്ങനെ വരുന്നത്. രണ്ടാളും ഒരു ജാഥ അതിൽ ഒരു ജാഥ ഇതിലെയാണ് ബദർ അനുസ്മരണത്തിന്. മറ്റേ ഭാഗത്തിലൂടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു വന്നു. അങ്ങനെ വരുമ്പോൾ മൂപ്പരെ മോണ്ട് ഉസാമ ഇത് കേൾക്കുന്നുണ്ട്. അപ്പൊ ഉസാമനോട് ചിലവരൊക്കെ പറഞ്ഞു, വാപ്പ എന്തൊക്കെ വിളിച്ചവരാണ്. അതിൽ ഉസാമ വല്ല ചെന്നിട്ട് വാപ്പാനോട്, അക്കുൻ ഹാദായ അബറ്റി, ഇത് സത്യം തന്നെയാണോ വാപ്പ നിങ്ങൾ പറഞ്ഞത്? ഈ വല്ലാഹി യാ ബുനയ്യ, നബി എന്നെ ഏൽപ്പിച്ച് ഞാൻ അവിടുന്ന് വരില്ല, ഞാൻ പറയാണ്. എന്നാ പിന്നെ ഈ മുനാഫിക്കുകളൊക്കെ പാഠം പഠിപ്പിക്കണം. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ സെയ്ദ് ബിൻ ഹാരിസ് രണ്ടാളും കൂടി മദീനയിലുള്ള അൻസാരികളൊക്കെ പാടെ കൂടിയിട്ട്, പെണ്ണുങ്ങളൊക്കെ വീട്ടിലാണല്ലോ, ഓലും കൂടി അറട്ടെ വീട്ടിലൊരു മൗലൂദ് നടത്തുക എന്ന നിലക്ക് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, സുമ്മ തതബ്ബഅ ദൂറൽ അൻസാർ,
ഇവര് ഓരോ അൻസാരികളെ ഓരോ വീട്ടിലും കയറിയിറങ്ങി അവിടെയൊക്കെ ചൊല്ലുകയാണ് ബദരീങ്ങളുടെ മൗലിദ്. യുബശ്ശിറുഹും ദാറൻ ദാറാ, ഓരോ വീട്ടിലും കയറിയിറങ്ങി. ഓരോ വീട്ടിന്റെ മുറ്റത്തും ദഫൂട്ട് ഇങ്ങനെ ചെല്ലൂലേ എന്നതുപോലെ ഓരോ വീട്ടിന്റെ മുറ്റത്തും കയറിറങ്ങി. അപ്പോഴോ വസ്സിബിയാനു യൻശുദൂൻ, കുട്ടികൾ പാട്ടുപാടുകയാണ്. യൻശുദൂന തലഗൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാഗി, കുട്ടികൾ ഇങ്ങനെ പാട്ടുപാടുന്നു. ആ പാട്ടുപാടുന്ന കൂട്ടത്തില് കുട്ടികൾ എന്തുബിന, അവരിങ്ങനെ അവരിൽ മരണപ്പെട്ട ആളുകളുടെ പേരും ബദരീങ്ങളുടെ പേരും വിളിച്ചു പറഞ്ഞ പാട്ടുപാടുന്നത്. യഖൂലൂന, അവരിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ഖുതില അബൂജഹൽ, അബൂജഹൽ കൊല്ലപ്പെട്ടു. ഖുതില ഉതുബത്തു, ഉതുബത്തു കൊല്ലപ്പെട്ടു. ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഷഹീദാക്കന്മാരെ പേര്, ശുഹദാക്കളെ പേര് അതും പറഞ്ഞ് കുട്ടികൾ പാട്ടുപാടി സന്തോഷിച്ച് അബ്ദുല്ലാഹ് ഇബ്നു റവാഹയുടെ, ഉസാമത്ത് ബിൻ സയ്യിദിന്റെ, സയ്യിദ് ബിൻ ഹാരിസത്തിന്റെ, ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ, അബൂ ലുബാബത്തിന്റെ ഇങ്ങനെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ ദൂറൻ ദൂറാ ഓരോ വീട്ടിലും അന്ന് തന്നെ ബദർ അനുസ്മരി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വസിദ് വബാരിക്.